Okay, start ചെയ്യാം. Yes, sir. Yes, sir. Okay, so in the last class we got equations of സാറ് സൗണ്ട് കുറവോ? sound കുറവാ. Okay. ഇപ്പോൾ ആയോ? ഓക്കെ. Okay. Okay, so last class we got equations of I1, I2 and I3. So now we can write like I1 plus I2 plus I3 is equal to 0, because 0 means it is current entering the. We have assumed that all currents are leaving away from the node, so there is no current entering the node, so it is 0. And current leaving away from the node is I1, I2, I3. So by KCL, we are taking this algebraic sum of all these three, that is I1 plus I2 plus I3. Now we have found what is the equation for I1, I2 and I3. So I1 means V1 minus 10 divided by 1, I2 means 0 divided by 4, I3 means V1 minus 0 divided by 5. So V1 minus 10 divided by 1 plus V1 divided by 4 plus V1 by 5 is equal to ഇതാണ് I1 plus I2 plus I3. ആ ഇക്വേഷനിലേക്ക് നമ്മൾ ഓരോ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു അല്ലേ? I1 plus I2 plus I3 നമ്മൾ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ ഇറ്റ് ബിക്കംസ് 0. പകരം ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, I2ന് പകരം ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, I3ക്ക് പകരം ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. That is equal to 0. Now what we have to find out is, you have to find out what is the value of V1. അതിൽ കാൽക്കുലേറ്റർ ഒന്നും വേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, V1 ഇതിൻ്റെ അകത്ത് കാൽക്കുലേറ്റ് ചെയ്യാം അല്ലേ? ഇത് ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക്? Yes, sir. എങ്ങനെ ചെയ്യാം? V1 divided by 1 മൈനസ് 10, അത് രണ്ടിനെയും സ്പ്ലിറ്റ് ചെയ്തു, പ്ലസ് V1 divided by 4 plus V1 divided by okay. Then in the next step, what I did is I have taken this 10 that side. So V1 divided by 1 plus V1 divided by 4 plus V1 divided by 5 is equal to 10 അല്ലേ? നമ്മൾ എന്ത് ചെയ്തു, ആ 10നെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയി. അപ്പം നെഗറ്റീവ് 10, it has become positive 10. Now it is V1 divided by 1 plus V1 divided by 4 plus V1 divided by 5 is equal to 10. And what we have done is V1 we have taken outside. V1 നമ്മൾ എന്ത് ചെയ്തു, പുറത്തേക്ക് എടുത്തു. Now it is V1 into 1 plus 1 by 4 plus 1 by 5 അല്ലേ? സൗണ്ട് ബ്രേക്ക്. Sir, sound break ആണ്. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആയോ? ആ ഓക്കെ, ഇത്രയും മനസ്സിലായില്ലേ അല്ലേ? Yes, sir. ഓക്കെ, Yes. ഒരു കാര്യം ചെയ്യാം. നിങ്ങൾ നേരത്തെ I1, I2, I3ന്റെ ഇക്വേഷൻ എഴുതി എടുത്തിട്ടുണ്ടായിരുന്നോ? ഈ PPT എഴുതിയെടുത്ത് ഇത് എഴുതിയെടുത്തില്ലേ? ഇത് എഴുതിയിട്ടില്ല. I1, I2, I3 ഇക്വേഷൻ എഴുതിയിട്ടുണ്ടായിരുന്നോ? ഇല്ല. ഓക്കെ, എന്നാൽ ഒരു കാര്യം ചെയ്യും, ഇതുവരെ എഴുതിയെടുക്ക്. അതായത് ഞാൻ ഈ റെഡിൽ എഴുതിയ സ്റ്റെപ്പ് എഴുതുക, അതുപോലെ തന്നെ ബാക്കിയുള്ളത് എഴുതിയെടുക്കുക. ഈ സ്റ്റെപ്പ് 4 മുതൽ താഴോട്ട് എഴുതണ്ട, ബാക്കി പക്ഷേ അതിൻ്റെ അകത്ത് ഉള്ളതും എഴുതണം, ഞാൻ റെഡ് ഇങ്കിൽ എഴുതിയതും എഴുതണം. ഓക്കെ, അത് എഴുതിയെടുക്കുക.
എന്താണ് അഭിനന്ദൻ പി? എഴുതി. ഓക്കെ, സൗണ്ടില്ല കുറവാ. ഓഡിയോ കുറവാ? ഓക്കെ. ഓക്കെ, ഞാൻ ഇത് ക്ലിയർ ചെയ്യുന്നു. സോ ഇത്രയാണ് നമുക്കിപ്പോൾ ഇതുവരെ കിട്ടിയത് അല്ലേ? സോ വി ഗോട്ട് ദിസ് മച്ച് v1 ഇൻറ്റു 1 പ്ലസ് 1 ഡിവൈഡ് ബൈ 4 പ്ലസ് 1 ഡിവൈഡ് ബൈ 5 ഈസ് ഈക്വൽ ടു 10. സോ ഇതിൻ്റെ അകത്തുനിന്ന് ഫർദർ ആയിട്ട് എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം? പറയടോ. ഇതിനെ കോമൺ ആയിട്ട് ഒരു സിംഗിൾ ടേമിലേക്ക് മാറ്റുക അല്ലേ? ഇപ്പം 20 ഡിവൈഡഡ് ബൈ 20 എന്നുള്ളൊരു ടേമിലാണെങ്കിൽ നമ്മൾ 20 കൊണ്ട് ന്യൂമറേറ്റർ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 20 പ്ലസ് 5 ഡിവൈഡഡ് ബൈ പ്ലസ് 5 പ്ലസ് 4 ഹോൾ ഡിവൈഡഡ് ബൈ 20 എന്ന് എഴുതിക്കൂടെ നമുക്ക് അല്ലേ? ഈസ് ഈക്വൽ ടു 100, സോറി ഈക്വൽ ടു 10. Now it is v1 is equal to 200, അതായത് 10 into 20, that is 200 divided by 29. ഓക്കെ, കറക്റ്റ് ആണോ? ചെയ്ത് നോക്കിയാൽ കിട്ടുന്നുണ്ടോ? 200 by 29 എത്രയാണ്? 6.89 അല്ലേ? അപ്പം നമുക്ക് കിട്ടിയ ആൻസർ കറക്റ്റ് ആണ്. മനസ്സിലായില്ലേ എങ്ങനെ ചെയ്തെന്ന്? ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ എന്താണ് കിട്ടിയത്? v1, അതായത് നമ്മൾ എന്താ ചെയ്തത്? v1 ഇത് കോമൺ ഫാക്ടറിലേക്ക് കൊണ്ടുവന്നു, അതായത് ഡിവൈഡ് ബൈ 20 എന്ന് പറയുന്ന ടേമിലേക്ക് കൊണ്ടുവന്നു. സോ 29 ഡിവൈഡ് ബൈ 20, v1 ഇൻറ്റു 29 ഡിവൈഡ് ബൈ 20 ഈസ് ഈക്വൽ ടു 10. സോ v1 ഈസ് ആക്ച്വലി എന്താണ് ചെയ്യുക? v1 ഈസ് ആക്ച്വലി 20 ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ 29 എന്ന് നമുക്ക് കിട്ടും. സോ v1 is actually is equal to v1 equal to 6.89 volt. Now what we got is we got the voltage v1. v1 is equal to 6.89. Now what is the current through 4 ohm? That is our question actually. Find out the current through 4 ohm. 4 ohm current എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? That is actually i2. i2 ആണ് നമുക്ക് 4 ohm കറണ്ട് ആയിട്ട് വരിക അല്ലേ? i2ന്റെ എക്സ്പ്രഷൻ എന്താണെന്ന് നോക്കുക. i2ന്റെ എക്സ്പ്രഷൻ ഈസ് v1 മൈനസ് 0 ഡിവൈഡഡ് ബൈ 4. ദാറ്റ് ഇസ് എക്സ്പ്രഷൻ ഫോർ i2. 4 ohm അല്ലേ? 4 ohm എന്ന് പറയുന്നത് 4 ohമിലൂടെയുള്ള കറണ്ട് എന്ന് പറയുന്നത് ആക്ച്വലി i2 ആണ്. The current through 4 ohm resistor is i2. So the expression for i2 is v1 minus 0 divided by 4. So v1 is actually 6.89. So 6.89 minus 0 divided by 4. So that is the value of current through 4 ohm resistance. Okay, ബാക്കി കൂടെ എഴുതിയെടുത്ത് എന്നിട്ട് പറ.
ഓക്കെ, കംപ്ലീറ്റ് ആയില്ലേ? Yes, sir. ഓക്കെ, യെസ്. അപ്പോൾ അതായിരുന്നു ഫസ്റ്റ് പ്രോബ്ലം ആയിട്ട് ഉണ്ടായിരുന്നത്. സോ സാർ അവിടെ പറ. ആ V1 കോമൺ ആയിട്ട് പുറത്തെടുത്തിട്ട് 1+1/4+1/5 എടുത്തില്ലേ? ആ അപ്പൊ അവിടെ 1+ എങ്ങനെയാ വന്നേ? -10/1 അല്ലേ? V1 മൈനസ് 10/1 ആണ്. അപ്പം അതിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ V1 ഡിവൈഡഡ് ബൈ 1 മൈനസ് 10/1 ആണ് വരിക. അങ്ങനെ. V1/1 എന്ന് പറഞ്ഞാൽ V1 തന്നെയാണ് അല്ലേ? 10/1 എന്നത് 10 തന്നെയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ആ V1 എന്ത് ചെയ്യും? പുറത്തെടുക്കുമ്പോൾ V1 പകരം നമ്മൾ അവിടെ എന്ത് എഴുതണം? 1 എഴുതണം. അല്ലെങ്കിൽ 1/1 എഴുതണം. അത് 1 തന്നെയാണ്. മർസുഖ് ഫസ്റ്റ് ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ലല്ലോ? ഇല്ല, തലശ്ശേരി വരെ പോവാണ്ട്. ഓക്കെ, നമുക്ക് അടുത്ത പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. സെക്കൻഡ് പ്രോബ്ലം കുറച്ച് അതേ സെയിം ടൈപ്പ്, കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഓക്കെ, അപ്പം ഫൈൻഡ് ദ കറണ്ട് ത്രൂ 5 ohm റെസിസ്റ്റൻസ്. ഓക്കെ, സിമിലർ ക്വസ്റ്റ്യൻ തന്നെയാണ്. 5 ohm റെസിസ്റ്റൻസ് യൂസിങ് നോഡൽ അനാലിസിസ്. അപ്പോൾ ഈ പ്രോബ്ലവും മറ്റേ പ്രോബ്ലവും തമ്മിൽ എന്താ ഡിഫറൻസ്? വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദിസ് വൺ ആൻഡ് ദ പ്രീവിയസ് പ്രോബ്ലം? ഇവിടെ 3 വോൾട്ടേജ് വരുന്നുണ്ട്. 3 വോൾട്ടേജ് 3 വോൾട്ടേജ് സോഴ്സ് വരുന്നുണ്ട്. അതാണ് അതിൻ്റെ ഡിഫറൻസ് അല്ലേ? സോ ഫസ്റ്റ് സ്റ്റെപ്പ് ആരാ പറഞ്ഞുതരിക? എത്ര നോഡ് ഉണ്ട്? നമുക്ക് ഇനി സീരീസ് നോഡൊന്നും കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. കോമൺ നോഡും നമുക്ക് ഏത് നോഡാണോ അനലൈസ് ചെയ്യേണ്ട ആ നോഡ് മാത്രം കൺസിഡർ ചെയ്താൽ മതി. സോ വിച്ച് ഈസ് കോമൺ നോഡ്? ദിസ് ഈസ് അവർ കോമൺ node or reference node, and I am marking this node as node 1. so simplify ചെയ്തു n1 എന്ന് ഞാൻ എഴുതി. so voltage at n1 is V1. ഓക്കെ, ബാക്കി നോഡൊക്കെ നമുക്ക് നെഗ്ലക്ട് ചെയ്യാം. സോ അടുത്ത സ്റ്റെപ്പ് എന്താണ് നിങ്ങൾ പറ. സീറോ വോൾട്ട്. 0 വോൾട്ട് ഇവിടെ എഴുതി. ഓക്കെ, അടുത്തത് കറണ്ട് ഡയറക്ഷൻ കാണിക്കണം അല്ലേ? Leaving it. എല്ലാം കറണ്ട് ലീവ് ചെയ്യുന്നതായിട്ട് കാണിക്കണം. സോ ദിസ് ഈസ് I1, ദിസ് ഈസ് I2, ദിസ് ഈസ് I3. സോ നിങ്ങൾ ആദ്യം ഈ ഡയഗ്രാം വരച്ചെടുക്കുക. ഇത് ഞാൻ ചെയ്യുന്നില്ല, നിങ്ങളാ ചെയ്യേണ്ട കേട്ടോ. ഈ ഡയഗ്രാം വരച്ചെടുക്കുക. എന്നിട്ട് എന്താണ് ഫസ്റ്റ് സ്റ്റെപ്പ്? ഐഡന്റിഫൈ ഓൾ ദ നോഡ്സ് ആൻഡ് മാർക്ക് ദ വോൾട്ടേജ് V1 അറ്റ് നോഡ് 1, അസൈൻ അതർ നോഡ് ആസ് കോമൺ നോഡ്. നേരത്തെ എഴുതിയ പോലെ തന്നെ സ്റ്റെപ്പ് എഴുതുക. ഓക്കെ, എന്നിട്ട് എന്നോട് പറ I1, I2, I3. അത് അത്രയും സ്റ്റെപ്പ് എഴുതി കഴിഞ്ഞിട്ട് മൂന്നാമത്തെ സ്റ്റെപ്പായിട്ട് എങ്ങനെ എഴുതുക? അപ്ലൈങ് KVL, KCL. Sum of current entering the node is equal to leaving the node. Entering the node is equal to 0. Leaving the node is equal to I1 plus I2 plus I3. അത്രയും നിങ്ങൾ എഴുതുക. അതിനുശേഷം I1, I2, I3 കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്നോട് പറയും. ഓക്കെ, വേഗം എല്ലാവരും. ഞാൻ ആരെങ്കിലും ഒരാളോട് ചോദിക്കും.
ഓക്കെ, ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്തില്ലേ? രണ്ടാമത് ഈ ഡയഗ്രാം വരച്ച് I1 I2 I3 മാർക്ക് ചെയ്തിട്ടില്ലേ? വോൾട്ടേജ് മാർക്ക് ചെയ്തിട്ടില്ലേ? സാർ കംപ്ലീറ്റ് ആയോ? നേരത്തെ ഈ V1 മൈനസ് 10/1 സെപ്പറേറ്റ് ചെയ്ത് എഴുതിയില്ലേ? അതേപോലെ ഇതിനകത്ത് എല്ലാത്തിനും ചെയ്യണോ? I1 I2 I3 ഇക്വേഷൻ എഴുതണം. അല്ല, അതേപോലെ എല്ലാത്തിനും സെപ്പറേറ്റ് ചെയ്യണം. സെപ്പറേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് I1ന്റെ പൊസിഷനിൽ അവിടെ ആ ഇക്വേഷൻ എഴുതുക, I2ന്റെ പൊസിഷനിൽ ആ ഇക്വേഷൻ എഴുതുക, I3ന്റെ പൊസിഷനിൽ ആ ഇക്വേഷൻ എഴുതുക. ഓക്കെ, എന്താണ് നമുക്കത് ഡിസ്കസ് ചെയ്യാലോ? എന്താണ് I1? V1 മൈനസ് 75/4. മൈനസ് 75/4. എന്താണ് I2? V1 minus 65 65/5. V1 minus 65 by 5. I3 V1 minus 1/19. V1 minus 13 divided by 6 അല്ലേ? ഓക്കെ, ഞാനൊരു ചെറിയൊരു ഡൗട്ട് ചോദിക്കലാണ്. സപ്പോസ് ഇതിന്റെ പോളാരിറ്റി റിവേഴ്സ് ആണെങ്കിൽ എന്ത് ചെയ്യും? മൈനസ് ചെയ്യുന്നതിന് പകരം ആഡ് ചെയ്യണം കേട്ടോ. ഓക്കെ, ഇത് സിംപ്ലിഫൈ ചെയ്തിട്ട് പറ എത്രയാണ്? വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് V1? ആരാ ആദ്യം പറയാൻ നോക്കല്ലോ? എത്രയാ?
55 ആണ്. അല്ലല്ലോ. 5. എന്താണ് V1ന്റെ വാല്യൂ? ഇവിടെ ടൈം കുറെ എടുക്കുന്നുണ്ടല്ലോ. 55. നവീൻ, നിന്റെ ഓഡിയോ 55 ആണ് നിനക്ക് കിട്ടിയ ആൻസർ? ഒന്ന് കമന്റ് ചെയ്യാം. എനിക്ക് നിന്റെ ഓഡിയോ ഇല്ലേ, കട്ടായിട്ടാ വരുന്നത്. ഒന്ന് ചാറ്റ് ബോക്സിൽ ഇടുമോ? 55.5. ഓക്കെ, ഇവിടെ ഉള്ളത് 55 ആണ്. ഇതേപോലെ തന്നെയാണ് സോൾവ് ചെയ്തത്. ഓക്കെ, ഓൾമോസ്റ്റ് കറക്റ്റ് ആണ് ആൻസർ. 55 എനിക്ക് തോന്നുന്നു റൗണ്ട് ചെയ്തിട്ട് 55.5 ആണെങ്കിൽ ഇവിടെ എഴുതേണ്ടതാണ്. ഇതൊന്ന് സോൾവ് ചെയ്ത് നോക്ക്, മറ്റേ കറക്റ്റ് 55 ആണോ 55.5 ആണോ കിട്ടുന്നത് നോക്കും. എല്ലാവർക്കും കിട്ടിയോ? 55 കിട്ടിയോ അലൻ? ചെയ്തു വരുന്നുള്ളൂ. നവീദ് അടുത്ത സ്റ്റെപ്പ് ചെയ്തോ. വാട്ട് ഇസ് ദ റെസിസ്റ്റൻസ്? Sorry, what is the current through 5 ohm resistance? That is nothing but your I2.
ഒരു 55.59 കിട്ടുന്നത്. ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ, I2 is equal to 1.9 ആംപിയർ. ഓക്കെ, എനിക്ക് ഇവിടെ -2 ആംപിയർ ആണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, -2 ആംപിയർ. -1.9. ഓക്കെ, അതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ ആ ഒരു ബ്രാഞ്ചിൽ നിന്ന് കറണ്ട് എങ്ങോട്ടാണ് ഫ്ലോ ചെയ്യുന്നത്, നമ്മളെടുത്ത ഡയറക്ഷൻ തെറ്റാണ്. -ആയി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അസ്യൂം ചെയ്ത ഡയറക്ഷൻ തെറ്റാണെന്നും I2 മുകളിലേക്ക്, അതാണ് ആ മൈനസ് സൈനിൻ്റെ ഇൻഡിക്കേഷൻ. മൈനസ് സൈൻ ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ദ കറണ്ട് ഈസ് ഫ്ലോയിങ് ഓപ്പോസിറ്റ് ടു അസ്യൂംഡ് ഡയറക്ഷൻ. ഓക്കെ, എല്ലാവർക്കും പ്രോബ്ലം കിട്ടിയോ? ചെയ്തിട്ട് കിട്ടുന്നുണ്ടോ? ആർക്കെങ്കിലും ചെയ്ത് കംപ്ലീറ്റ് ആവുക എത്ര ആളുണ്ട്? നവീദ്, പിന്നെ കിട്ടി സാർ. അർജുൻ, സാറെ കിട്ടി. അലൻ, അഭിനന്ദ്. 55 ഇങ്ങനെ കിട്ടുമെന്ന് പറഞ്ഞല്ലോ. 55 ഇത് സിംപ്ലിഫൈ ചെയ്യടാ. ഈ സംഭവം കാൽക്കുലേറ്ററിൽ അടിച്ച് സിംപ്ലിഫൈ ചെയ്താൽ മതി. നീ അങ്ങനെ തന്നെ അടിക്കുക. 75/4 + 65/5 + 13/6 നിന്റെ കാൽക്കുലേറ്ററിൽ അതാവും. അത് കാൽക്കുലേറ്റ് ചെയ്യുക, അത്രയാണ് കണ്ടുപിടിക്കുക. 1/4 + 1/5 + 1/6 എത്രയാണ് കാൽക്കുലേറ്റ് ചെയ്യുക. കാൽക്കുലേറ്റ് ചെയ്യും. പ്ലസ് 1/4 1/5 പ്ലസ് 1/6 ചെയ്യണ്ടേ? അതിന്റെ പേരോ? ഏതിന്റെ പേരോ? ഇപ്പോ ഇത് ഇപ്പൊ 33.91 കിട്ടുന്നത്. 75/4 അതെല്ലാം ചെയ്തു. 33.9 ആണോ? നവീത് അത് തന്നെയാണ് നിനക്ക് കിട്ടിയത്? ഇനി ഇത് 1/4 + 1/5 + 1/6 എത്രയാണ് കണ്ടുപിടിക്കുക. എനിക്കൊന്ന് ബാക്കി ആൾക്കാർ മിണ്ടാതിരിക്കുന്നത് കാൽക്കുലേറ്റർ ഇല്ലാത്തതുകൊണ്ടാന്ന് തോന്നുന്നു കേട്ടോ. 0.61. 0.61. ഇനി എന്താ ചെയ്യാന്ന് വെച്ചാൽ V1 എന്ന് പറയുന്നത് എത്രയാണ്? 33.9 / 0.61. കിട്ടുന്നുണ്ടോ? എത്രയാണ് കിട്ടുന്നത്? $55.5. 55.57. യൂണിറ്റ് എഴുതാൻ ദെൻ നമ്മുടെ ക്വസ്റ്റ്യൻ ഇനി ആയിട്ടില്ല. വി ഹാവ് ജസ്റ്റ് ഫൗണ്ട് ഔട്ട് വാട്ട് ഈസ് വാല്യൂ ഓഫ് V1. എന്താണ് ആ നോഡിലെ വോൾട്ടേജ് എത്രയാണെന്ന് മാത്രമാണ് നമ്മൾ ഇതുവരെ കണ്ടുപിടിച്ചത്. The question is actually to find out what is the current through 5 ohm resistance. So the current through 5 ohm resistor is nothing but I2. So then directly go to the equation and find out what is the formula for I2. The formula for I2 is this one. Sound break ആവുന്നുണ്ട്. Okay, അത് നെറ്റിന്റെ സ്പീഡ് ആയിരിക്കും കോട്ടെ. Formula for I2 is V1 - 65 / 5. So 55.5 - 65 / 5 is the current. 55.5 - 65 / 5 is the current. So you will be getting current is equal to -1.9 something. So the minus sign indicates that the current is flowing opposite to assumed direction. നമ്മൾ അസ്യൂം ചെയ്തത് കറണ്ട് ഡൗൺവേർഡ്സ് ഫ്ലോ ചെയ്യുന്നതാണ്, അല്ല കറണ്ട് എൻറ്ററിങ് ദ ജംഗ്ഷൻ ആണ് അവിടെ വരുന്നത്.
ഓക്കെ, എല്ലാവർക്കും കിട്ടിയില്ലേ? ഓക്കെ, ഇത് വേണ്ട, ഇതിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, ഞാൻ 2 ഹോംവർക്ക് തരാം. മെഷ് അനാലിസിസ് എന്നാണ്. ഈ ക്വസ്റ്റ്യൻ ഒന്ന് എഴുതിയെടുക്കുക. ഫൈൻഡ് ദ കറന്റ് ത്രൂ ഗാൽവനോമീറ്റർ. ഓക്കെ, ഈ ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ഗാൽവനോമീറ്റർ ഒരു ഷോർട്ട് സർക്യൂട്ട് ആക്കി എടുക്കുക. എന്നിട്ട് 4 ഓമിലൂടെയുള്ള, ഗാൽവനോമീറ്റർ എന്ന് പറയുന്നത് കറണ്ട് മെഷർ ചെയ്യാനുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. അതിന്റെ മിനിമം റെസിസ്റ്റൻസ് ആയിരിക്കും ഉള്ളത്. അപ്പോൾ ആ റെസിസ്റ്റൻസ് നെഗ്ലക്ട് ചെയ്യുക. ഇവിടെ 4 ഓം റെസിസ്റ്റർ ആയിട്ട് കൺസിഡർ ചെയ്യുക. എന്നിട്ട് എത്ര മെഷ് ഉണ്ട് ഇവിടെ? ഒരു മെഷ് ഇവിടെയുണ്ട്, ഒരു മെഷ് ഇവിടെയുണ്ട്, ഒരു മെഷ് ഇവിടെയുണ്ട്. അങ്ങനെ 3 മെഷ് സർക്യൂട്ടിൽ ഉണ്ട്. അപ്പോൾ അത് സിംപ്ലിഫൈ ചെയ്ത് എന്താണ് I1, I2, I3 എന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. സോ ഇവിടെ ഉണ്ടാകുന്ന കറണ്ട് I1 മൈനസ് I2 ആയിരിക്കും. അത് എത്രയെന്ന് കാൽക്കുലേറ്റ് ചെയ്യും. ചെയ്യൂലേ? ചെയ്തിട്ട് വാട്സപ്പ് ഗ്രൂപ്പിൽ, നമ്മളെ ഗ്രൂപ്പിൽ ഇടും. ഓക്കെ ഓക്കെ, ഇത് നോട്ട് ചെയ്തോ? ഓക്കെ സാർ. ഓക്കെ, അന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ. താങ്ക് യു സാർ. താങ്ക് യു സാർ.